തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ഈശോ താബോറെന്ന് പാരമ്പര്യമായിട്ട് പരാമർശിക്കപ്പെടുന്ന ആ ഉയർന്ന മലയിൽ പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെടുന്ന സംഭവമാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ പ്രാർത്ഥിക്കാൻ ഈശോ പോകുമ്പോൾ 3 അപ്പസ്തലന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് പോകുന്നു, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പ്രാർത്ഥിക്കാൻ മലയിൽ ചെന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടു മുഖഭാവന്മാർ നമുക്കറിയാം. മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കാനായിട്ട് എത്തുന്നു. 2 പേരും മഹത്വത്തോടെ കാണപ്പെട്ടു. അവർ സംസാരിക്കുകയാണ്. ലൂക്കാ സുവിശേഷകൻ ഈ സംസാരത്തിൻ്റെ വിഷയം പറയുന്നുണ്ട്. ആ വിഷയം അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കടന്നു പോകൽ എന്ന് പറയുന്നത് ഈശോയുടെ കുരിശുമരണമാണ്, പീഡാസഹനമാണ്. അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മോശയും ഏലിയായുമായിട്ടും ഈശോ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം, ഈ രൂപാന്തരീകരണ സംഭവ പ്രാർത്ഥനയിൽ ഈശോ തൻ്റെ പ്രാർത്ഥനാ വിഷയമായിട്ട് എടുക്കുന്നത്? ഈ ഒരു വിവരണം സുവിശേഷകന്മാർ ആരംഭിക്കുമ്പോൾ അതിനു മുമ്പുള്ള മറ്റൊരു സംഭവമായിട്ട് ബന്ധിപ്പിച്ചാണ് അത് അവതരിപ്പിക്കുന്നത്. ഇവയ്ക്ക് ശേഷം അല്ല, അവരിത് പറഞ്ഞിട്ട് 8 ദിവസം അല്ലെ 6 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ട്, മത്തായി സുവിശേഷനും അത് അങ്ങനെ തന്നെ പറയും, നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായി സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ കുറച്ചുകൂടി വ്യക്തത നമുക്ക് വെളിപ്പെടുന്നുണ്ട്. ഈ ഒരാഴ്ച മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന്. നമ്മുടെ ഈ വേദിയിൽ ഈ നാളുകളിൽ ശ്രദ്ധിച്ചതായ പത്രോസിലൂടെയുള്ള സാത്താൻ്റെ ഒരു ആക്രമണ സംഭവമാണ് ആ ഒരാഴ്ച മുമ്പ് അരങ്ങേറുന്നത്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1-ാം പ്രാവശ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പം പത്രോസ് മുന്നോട്ട് വന്ന് ഈശോയെ മാറ്റി നിർത്തിയിട്ട് തടസ്സം പറയുന്നു. തടസ്സം പറയുക എന്ന് പറയുന്നത് തന്നെ പിശാചിൻ്റെ ഒരു ഇടപെടലിൻ്റെ രീതിയാണ്, നമുക്കറിയാം. അവൻ തടസ്സപ്പെടുത്തലിൻ്റെ അരൂപിയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെയാണ് തടസ്സപ്പെടുത്തുക. അങ്ങനെ തടസ്സം പറയുന്നു. ഈശോ തന്നെ പത്രോസിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എന്നെ മുന്നിൽ നിന്ന് മാറിപ്പോവുക. കാരണം നിൻ്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. അപ്പം മാനുഷികമായൊരു ചിന്ത ദൈവം കഴിഞ്ഞ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇത്ര ക്രൂരമായ കുരിശുമരണം എന്ന് പത്രോസ് പറയുമ്പോൾ അതിലൂടെ സംസാരിക്കുന്ന സാത്താനാണെന്ന് ഈശോ തിരിച്ചറിയുന്നു. നമ്മൾ ഈ വേദിയിൽ ചിന്തിച്ചിട്ടുണ്ട്, സാത്താൻ ഈശോയുടെ പരസ്യജീവിത കാലത്ത് ആരംഭം മുതൽ അവസാനം വരെയും ഈശോയോട് സംസാരിക്കാൻ നോക്കിയ ഒരു കാര്യം ഈ കുരിശുമരണം ഒഴിവാക്കണം, അതിന് പകരം വേറെ എന്തെങ്കിലും പദ്ധതി എടുക്കണം, വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. മരുഭൂമിയിലെ പരീക്ഷയിലും പിന്നെ പത്രോസ് വഴി സംസാരിക്കുമ്പോഴെല്ലാം ഈ കുരിശ് ഒഴിവാക്കാനുള്ള മാർഗമാണ്, അതിൻ്റെ വഴിയാണ് സാത്താൻ പ്രേരണയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പത്രോസിലൂടെ സംസാരിക്കുമ്പം ഈശോ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു മയവും ഇല്ലാതെ വളരെ തുറന്നടിച്ച് എന്ന പോലെ പത്രോസിൻ്റെ മുഖത്ത് നോക്കി സാത്താനെ എന്ന് വിളിച്ചു. പത്രോസിനെ അല്ല വിളിക്കുന്നത്, സാത്താനെയാണ് വിളിക്കുന്നത്. എങ്കിലും പത്രോസിൽ സംസാരിച്ചത് കൊണ്ട് ആ വിളി പത്രോസിനാണ് കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞു. അതിനെ ഈശോ തിരസ്ക തള്ളി പറഞ്ഞു. എന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട്
കുരിശൻ്റെ വഴിയിലൂടെ, സ്വയം ഉപേക്ഷിക്കലിൻ്റെ വഴിയിലൂടെ വന്നെങ്കിൽ മാത്രമേ ആർക്കെങ്കിലും തൻ്റെ ശിഷ്യനാകാൻ പറ്റുകയുള്ളൂ. അങ്ങനത്തെ കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പഠിപ്പിച്ച ആ സംഭവം കഴിഞ്ഞു. ഈശോ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച ആകാറാകുന്നു. അങ്ങനെ കഴിയുമ്പോഴും പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മകൾ ഈശോയുടെ മനസ്സിൽ അതിൻ്റെ തരംഗങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം അത് ഈശോയ്ക്കും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഈ കുരിശുമരണം. അതിനുവേണ്ടി തന്നെയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. പൊട്ടൻ ശിഷ്യൻ പറയുന്ന പോലെ എല്ലാവരും ഈ ഭൂമിയിലേക്ക് ജീവിക്കാനായിട്ട് വന്ന് പിറക്കുന്നു, ഒരു വ്യക്തി മാത്രം ഈ ഭൂമിയിൽ മരിക്കാനായിട്ട് വന്ന് പിറന്നു, അത് ഈശോയാണ്. മരിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് ബലിയാകാനായിട്ട് കടന്നു വന്ന ഈശോ തൻ്റെ പരസ്യത്തിൻ്റെ ഒരു ഘട്ടം വരുമ്പോൾ ഇത് വ്യക്തമായിട്ട് ഉള്ളിൽ കിട്ടിയിട്ട് ആ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ആവർത്തിച്ച് വ്യക്തമായി തെളിച്ച് പറയുന്നു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മനുഷ്യത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവരെ പീഡിപ്പിക്കും, പ്രഹരിക്കും, കുരിശിത്തറയ്ക്കും, വധിക്കും. അത് കഴിഞ്ഞ് പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇതേക്കുറിച്ച് ഈശോയ്ക്ക് വ്യക്തതയുണ്ട്. അത് പറഞ്ഞു കൊടുത്ത് അപ്പസ്തലന്മാരെ ഈശോ ഒരുക്കാൻ നോക്കുകയാണ്. അങ്ങനെ അപ്പസ്തലന്മാരെ ഒരുക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ഈശോ തൻ്റെ ഉള്ളത്തെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങിയാണ് ചെല്ലുന്നതെങ്കിൽ പോലും അന്ത്യത്താഴവേളയിൽ ഈശോ അത് തെളിച്ച് പറയും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ 13 മുതലുള്ള അധ്യായങ്ങളിൽ, കുഞ്ഞുമക്കളെ, ഇനി അധിക സമയം ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുകയില്ല, നിങ്ങളെന്നെ കാണുകയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ത്യയാത്ര പങ്കുവെക്കലെല്ലാം നടത്തി കുർബാന സ്ഥാപിച്ച് ഒക്കെ നീങ്ങി, ഇനി നമുക്കിവിടെ എണീക്കാം, നമുക്ക് പോകാം, ലോകത്തിൻ്റെ പ്രമാണി വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഗെത്സമനോടത്തിലേക്ക് നീങ്ങുന്ന ഈശോ ഇത്രയും നല്ല ശാന്തമായിട്ട് കരുത്തോടെ ഈശോ നീങ്ങിയെങ്കിലും ഈ ഗെത്സമനോടത്ത് ചെന്ന് കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഈശോയെ കാണുന്നത് പതറിയ അല്ലെങ്കിൽ തകർന്ന, ഈശോ തന്നെ വാക്കുകളിൽ മരണത്തോളം അസ്വസ്ഥമായ അവസ്ഥയിലാണ്. ഈശോ പറയുന്നത്, ഞാനിപ്പോൾ കുഴഞ്ഞു വീണ് ചത്തുപോകും, അതിന് മാത്രം എൻ്റെ ഉള്ള് ഭീതി കൊണ്ടും ആധി കൊണ്ടും നിറയുകയാണ്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഒരുത്തി പറഞ്ഞാൽ ഈശോ എന്തോ ഒരു എളിമയോടുകൂടിയാണ് ഈ അപ്പസ്തലന്മാരുടെ മുമ്പിൽ പ്രാർത്ഥന യാചിച്ച് നിൽക്കുക. ഇത്ര ശക്തനായ ഗുരു, ദൈവപുത്രൻ, മിശിഹ, പ്രവാചകൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തി, മരണത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ് അപ്പസ്തലന്മാരെ പറഞ്ഞ് ഒരുക്കിയ വ്യക്തി, എന്നിട്ടും ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ ഈശോ ഒരു ഭീരുവിനെ പോലെ വേർത്തൊഴുകി ചോര കുളിച്ച് അതുപോലെ വേർത്ത് കെഞ്ചി യാചിക്കുകയാണ്. അതുപോലെ ഈശോ എളുപ്പപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഓർമ്മിക്കണം. നമ്മൾ എത്ര ആത്മീയ കരുത്തുള്ളവരും ഒക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ കൃപ താങ്ങുമ്പോൾ നമുക്ക് ഒന്നും അസാധ്യമല്ല. ആരെയും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. ദൈവമനുഷ്യനെ സ്നേഹിത എന്ന പുസ്തകത്തിൽ ഈ ഒരു ഗെത്സമനത്തോട്ട അനുഭവം വിവരിച്ചുകൊണ്ട് മരിയ വാൾതോർത്ത താൻ കാണുന്ന ദർശനങ്ങൾ പങ്കുവെക്കുമ്പം ഈശോ പറയുന്നതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, കൃപ താങ്ങുമ്പോൾ ഈ ലോകം മുഴുവനെയും ഒരു പന്ത് എടുത്ത് ഒറ്റ വിരലിൽ ഇങ്ങനെ അമ്മാനമാടി കറക്കുന്ന പോലെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കരുത്ത് അനുഭവപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിൽ പിൻവലിക്കപ്പെടുമ്പോൾ ഒരു പൂവിതളിൻ്റെ ഭാരം പോലും നമുക്ക് വഹിക്കാൻ പറ്റിയാലാത്തവരെ ആയിപ്പോകും എന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ കുറിച്ച് വെക്കേണ്ടതാണ്. ഏലിയ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ, ബാലിൻ്റെ 300 അതിലധികം വരുന്ന പ്രവാചകന്മാരൊക്കെ വാളിനിരയാക്കി കഴിഞ്ഞ് ശക്തമായ അഭിഷേകമായിട്ട് നിൽക്കുമ്പോൾ ജെസബൽ രാജ്ഞി ഒരു ഭീഷണി ഒരാൾ വഴി അറിയിക്കുകയാണ്, നാളെ ഈ നേരമാകുന്നതിന് മുമ്പ് തന്നെ അരിഞ്ഞു വീഴ്ത്തും. ഇത് കേട്ട് നമുക്ക് ആശ്ചര്യം തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുകയാണ് 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ, ഏലിയ ഭയന്ന് പലായനം ചെയ്തു. കൃപ നിറഞ്ഞപ്പോൾ ലോകം മുഴുവനും രാജാവിനെ എല്ലാം വെല്ലുവിളിച്ച വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ കൃപ ഇല്ലാത്തൊരു നിമിഷം വന്നപ്പോൾ ഓടുകയാണ്. ഈശോ അങ്ങനെ ഭയന്നു പോകുന്നൊരവസ്ഥ. അത് സൂചന നമുക്കറിയാം. കുരിശുമരണം സുഖകരമല്ല, എളുപ്പമല്ല, ശരിയാണ്. ഈശോ പ്രാർത്ഥിച്ചും വചനത്തോട് ചേർന്ന് നിന്നും അതിലേക്ക് നീങ്ങുകയാണ്. സാത്താൻ്റെ ശക്തമായ കെണികൾക്കൊപ്പം തൻ്റെ ഉള്ളിലും മാനുഷികമായ ഭയങ്ങളുണ്ട്, ശങ്കകളുണ്ട്. അതിൻ്റെ കൂടെയാണ് പത്രോസ് വഴിയായിട്ടുള്ള ഈ കമൻറ്റ്, ഇതെനിക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അത് ഈശോയുടെ ഉള്ളിലെ മാനുഷിക ആഗ്രഹമാണ്. സാത്താൻ ഈശോയോട് തന്നെ നിരന്തരം പറയാൻ നോക്കുന്ന കാര്യമാണ്. അത് പത്രോസ് എന്ന പ്രിയപ്പെട്ട അപ്പസ്തോല പ്രമുഖൻ നേരെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അത് ഈശോയുടെ മേലുള്ള വലിയൊരു ആക്രമണമായിട്ട് മാറി. ഈശോ അതിനെ കരുത്തോടെ എതിരിട്ടു, തിരസ്കരിച്ചു, തള്ളിപ്പറഞ്ഞു. കേട്ട അപ്പസ്തോലന്മാരെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് വിഷയം തീരുന്നില്ല. ഒരു മുരഞ്ഞ പുറംപട്ടി അല്ലെങ്കിൽ ഒരു പന്നി
എവിടെ നിന്നെങ്കിലും ഓടി വന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കയറി തിണ്ണയിലോട്ട് വന്ന് കയറി തുറന്നു കിടന്ന വാതിലിലൂടെ പെരയ്ക്കകത്തോട്ട് കയറിയെന്ന് വിചാരിക്കുക. അവിടെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു നിമിഷം ഈ പട്ടിയല്ലേ പന്നി പെരയ്ക്കകത്ത് കയറി സ്വരം കേട്ട് നമ്മൾ നോക്കിയപ്പോഴുണ്ട് ഇതാ സംഭവം. ഉടനെ നമ്മളതിനെ ആട്ടിപ്പായിച്ച് ഓടിക്കുകയാണ്. പന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പെട്ടെന്ന് പുറത്തു പോയി എന്ന് വിചാരിക്കുക. നമ്മൾ വീടടച്ചു, കതകടച്ചു അസ്വസ്ഥയോടുകൂടെ. പന്നിയെ ചാടിച്ച് വിട്ടു അല്ല പട്ടിയെ ചാടിച്ച് വിട്ടു എന്നുകൊണ്ട് മാത്രം അത് നമുക്ക് അവഗണിക്കാൻ പറ്റുകയില്ല. പന്നിയല്ല പട്ടി വന്ന് കയറിയത് അതെവിടെ പുറത്ത് പോയെങ്കിലും അത് കയറി അവിടെ ചവിട്ടി നിന്നു അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി പുറത്തിറങ്ങി പോകുന്നതിനിടയിൽ അതിൻ്റെ ദേഹത്തു നിന്നുള്ള ഈ അഴുക്ക് പിടിച്ച ചെളി അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച വെള്ളം, അതിൻ്റെ ഈ ദുർഗന്ധം വമിക്കുന്ന രോമങ്ങൾ, ആ ചവിട്ടിക്കയറി നിന്ന സ്ഥലത്ത് അത് പതിഞ്ഞ പാടുകൾ, ഒരുപക്ഷെ അതിൻ്റെ എന്തെങ്കിലും വിസർജ്യ വസ്തുക്കളും ഒക്കെ ഈ വീടിനകത്ത് വീണിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. ഒത്തിരി കാണാൻ മാത്രമേ ഉണ്ടായിരിക്കുക, ഇല്ലായിരിക്കാം. അതിൻ്റെ ദുർഗന്ധമുണ്ട് അവിടെ. അതുകൊണ്ട് ഈ പട്ടിയല്ലേ പന്നി ചാടിച്ചു വിട്ടാൽ മാത്രം പോരാ, അത് കയറി ഇറങ്ങിപ്പോയ മുറി അവിടെ ഒന്ന് കഴുകണം, തുടച്ച് വൃത്തിയാക്കണം, നല്ലപോലെ സോപ്പിട്ട് കഴുകണം, എന്തെങ്കിലും പെർഫ്യൂം സുഗന്ധം സ്പ്രേ ചെയ്യണം, എങ്കിലേ ഇച്ചിരി കാറ്റ് കയറാനായിട്ട് കഥയൊക്കെ തുറന്നിടണം, എങ്കിലേ അതിൻ്റെ അസ്വസ്ഥ മുഴുവൻ നീക്കപ്പെടുകയുള്ളൂ. അവിടെ പത്രോസിൻ്റെ വായിൽ നിന്ന് വന്ന സാത്താൻ്റെ സ്വരത്തെ ഈശോ അപ്പം തന്നെ ഓടിച്ചു വിട്ടു. അതുകൊണ്ട് മാത്രം വിഷയം തീർന്നില്ല. അതിങ്ങനെ കേൾവിയിൽ പതിഞ്ഞ് ഇന്ദ്രിയങ്ങളിൽ പതിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓർമ്മയിൽ പൊങ്ങി വരികയാണ്. അതിനൊന്ന് മറികടക്കണം. എങ്ങനെ മറികടക്കാൻ പറ്റും? 6 ദിവസം ഈശോ തനിച്ച് നോക്കിയിട്ട് സാധിക്കുന്നില്ല. ദിവസത്തിൻ്റെ തിരക്കുമായിട്ട് യാത്രയിലാണ്. ഈശോ തീരുമാനിച്ചു എവിടെയെങ്കിലും തനിച്ച് പോയിരുന്ന് വചനത്തിലേക്ക് ആഴപ്പെടണം. അതിന് ഈശോ തിരഞ്ഞെടുക്കുന്ന മല, ഉയർന്ന മല, താബോർ മല എന്ന് പറയുന്ന മല. അവിടേക്ക് പോകുമ്പോൾ ഈശോ ഓർത്തു ഈ പത്രോസിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. 2 പേരെയും കൂടെ കൂട്ടി 3 പേരെ. അങ്ങനെ അവരെ കൂട്ടി മലയിൽ ചെന്നിട്ട് ഈശോ തന്നെ ആദ്യം വചനത്തിലേക്ക് ഇറങ്ങുകയാണ്. മോശയും ഏലിയയുമായിട്ട് സംസാരിക്കുകയാണ്. മോശ ഏലിയ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ്. മോശ നിയമഗ്രന്ഥങ്ങളുടെ വക്താവാണ്. ഏലിയ പ്രവാചകന്മാരുടെ വക്താവാണ്. നിയമവും പ്രവാചകന്മാരും എന്നുള്ള പ്രയോഗം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. നിയമത്തിന് പ്രവാചകന്മാർ നീ എന്ത് വായിക്കുന്നു? നിയമത്തെ പ്രവാചകന്മാരെ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വഴി ഈശോ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ലിഖിതമെന്നാണ്. സുവിശേഷങ്ങളും ലേഖനങ്ങളും എന്ന് പറയുമ്പോൾ പുതിയ നിയമം മുഴുവൻ സൂചിപ്പിക്കപ്പെടുന്നവർ തന്നെ പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശുദ്ധ ലിഖിതമെന്നാണ്. അപ്പോൾ ആ ഒരു വിശുദ്ധ ലിഖിതത്തിൻ്റെ സാന്നിധ്യമാണ് മോശയും ഏലിയായും വഴി ഈശോ അവിടെ എടുക്കുന്നത്. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഈശോ മലമുകളിൽ കയറി. അല്ല, ഒരു വ്യക്തി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുന്നു, വചനം ധ്യാനിക്കാൻ. നമ്മൾ സുവിശേഷം എടുത്ത് വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് തനിച്ച് പോയിരുന്ന് മർക്കോസ് എന്ത് പറയുന്നു, മത്തായി എന്തോ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ എന്ത് പറയുന്നു, പൗലോസ് എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നവർ, വായിച്ചറിയുന്നവർ തന്നെയാണ്. ഈശോ മലമുകളിൽ ചെല്ലുമ്പോൾ ഈ 2 വ്യക്തികൾ വന്ന് നിൽക്കുകയാണ്. അവർ വഴി സംസാരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? കടന്നു പോകലിനെക്കുറിച്ച്. ഞാൻ കേസറെ ഫിലിപ്പിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പസ്തല പ്രമുഖൻ തടസ്സപ്പെടുത്തി. ഞാൻ ഉത്തരം കൊടുത്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ അതും ഒരു കലക്കമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വ്യക്തത എടുക്കണം. അങ്ങനെ കടന്നു പോകലിനെക്കുറിച്ച് ചിന്തിച്ചു, ധ്യാനിച്ചു, ബോധ്യപ്പെട്ടു. തൻ്റെ ഉള്ളിൽ കരുത്തായി, പ്രകാശിച്ചു. മങ്ങലും വാടലുമൊക്കെ മാറി, മൂടലൊക്കെ മാറി, വാട്ടവും കോട്ടവും ഒക്കെ പോയി. ഈശോ തെളിഞ്ഞു, വ്യക്തത നിറഞ്ഞു. കുരിശിലേക്ക് പോവുകയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന അപ്പസ്തലന്മാർക്ക് കിട്ടിയിട്ടില്ല. അവരെ ഇനിയും പറഞ്ഞൊരുക്കണം. അതുകൊണ്ട് 1 പ്രവചനമായിട്ട് പറഞ്ഞ് വേളസഹനത്തെക്കുറിച്ച് ഇനി 2ാമത് പറയണം, 3ാമത് പറയണം, അന്ത്യത്താഴവേളയെ പറയണം, ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പറയണം, പുരുഷൻ്റെ വഴിയിൽ അവരിട്ട് പോയാലും പിന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അതിന് ഈശോ ഒരുങ്ങി. പക്ഷേ ഈ അപ്പസ്തലന്മാരെ താൻ പറഞ്ഞ് കേൾക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഈശോ പിതാവിനോട് ഒരുപക്ഷെ പറഞ്ഞു, ഇതാണ്ട് പറയണം, പിതാവേ, അങ്ങ് ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ പത്രോസാണ് പാറ ഞാൻ സഭയെ സ്ഥാപിക്കേണ്ടതെന്ന്. ആ പത്രോസ് തന്നെയാണ് ഞാൻ പറഞ്ഞ് കേൾക്കാതെ മറുതലിച്ച് നിൽക്കുന്നത്. അവൻ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ഞാൻ പറയുമ്പോൾ പത്രോസ് കേൾക്കണം. അതുകൊണ്ട് അപ്പാ പിതാവേ, അങ്ങ് തന്നെ പത്രോസിനെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഒരുക്കി വിടണം. അപ്പോൾ പിതാവായ ദൈവം ഒരു മേഘത്തിൽ അവിടെ ഇറങ്ങി വന്നു. എന്നിട്ട് പത്രോസും മറ്റും കേൾക്കെ പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവൻ്റെ വാക്ക് കേൾക്കണം. അവൻ ഇനിയും പല കാര്യങ്ങൾ പഠിപ്പിക്കും, അത് നിങ്ങൾ കേട്ടുകൊള്ളണം, അതിനെതിര് പറഞ്ഞേക്കരുത്. അങ്ങനെ പിതാവിനെ കൊണ്ട് ഈശോ ഒന്ന് പറയിപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ ഉള്ളിൽ പതിഞ്ഞു. തൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പിന്നീട് 2ാം ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ തുറന്നെഴുതുന്നുണ്ട്, അന്ന് അവൻ്റെ കൂടെ ആ മലയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു, ഞങ്ങളിത് കേട്ടതാണ്. പത്രോസിൻ്റെ 2ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 16 തിരുവചനങ്ങളിൽ
നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിന് ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനും മഹത്വം അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമാ പ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു, എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രവാചക വചനം മോശയും ഏലിയായും അങ്ങനെ അനേക പ്രവാചകന്മാരിലൂടെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തിയ പദ്ധതികൾ, വചനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. അതിനുശേഷം പിന്നെ ഈശോ തൻ്റെ കുരിശുമരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ തള്ളിപ്പറഞ്ഞില്ല, അതിനെ സ്വീകരിച്ചു. എങ്കിലും നമുക്കറിയാം പത്രോസ് പല അവസരത്തിൽ ഞെരുങ്ങുന്നുണ്ട് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഈശോ തൻ്റെ ഉള്ളത്തെ വചനത്തിലേക്ക് ചേർത്ത് വെച്ച് കരുത്തെടുക്കുന്നു. തൻ്റെ കൂടെ ശങ്കിച്ചു നിന്ന പത്രോസിനെ ഈശോ കരുത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു ശൈലി ഇത് നമ്മളും ഒപ്പിയെടുക്കേണ്ടതാണ്. നരകരാജ്യം കടന്നു കയറുന്ന ചിന്തകളിലാണ് എന്ന് നമ്മൾ ഈ നാളുകളൊക്കെ ചിന്തിക്കുകയാണ്, മനസ്സിലാക്കുന്നുണ്ട്. ചിന്തയിലാണ് സാത്താൻ ആക്രമണം ഇട്ടു തരുന്നത്. അതുകൊണ്ട് ചിന്തയിൽ തന്നെയാണ് നമ്മൾ കരുത്തെടുക്കേണ്ടതും. പൈശാചിക സ്വരങ്ങളെ ഈശോ പിശാചിയുടെ വലുപ്പം പറയുന്നൊരു വാക്യമാണല്ലോ, ശബ്ദിക്കരുത്, മിണ്ടിപ്പോകരുത്, ശബ്ദിക്കരുത്. പിശാചിനോട് നമ്മളും പറയണം, നീ എൻ്റെ പക്കം ശബ്ദിക്കരുത്. ദൈവത്തോട് നമ്മൾ പറയണം, എന്നോട് ശബ്ദിക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ അങ്ങ് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി എന്നെ നയിക്കണമേ. അതാണ് ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവരാജ്യ അനുഭവം. മറ്റത് സാത്താൻ നയിക്കപ്പെടുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഈശോ ഈ പ്രവാചകന്മാരിൽ വെളിപ്പെട്ട ദൈവസ്വരത്തിന് കാതോർത്തുകൊണ്ട് നീങ്ങുന്നു. ഈശോ പിശാചിനെ അങ്ങനെ പരാജയപ്പെടുത്തുന്നു. മത്തായി 8:16 മനോഹരമായി കാച്ചിക്കുറുക്കിയൊരു വചനം ഈ കാര്യങ്ങൾ മുഴുവനെയും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വായിക്കുന്നവർ മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത്, അവൻ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി. അത് ആജ്ഞയുടെ വചനവുമുണ്ട്, ദൈവവചനത്തിൻ്റെ കരുത്തുമുണ്ട് അതിനടിയിൽ. നമ്മൾ പൈശാചിക അരൂപികളോട് ആജ്ഞാപിക്കുമ്പോൾ അത് പുറത്തു പോകണമെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഈശോയുടെയും ഈ അപ്പസ്വരന്മാരുടെ ഉള്ളിൽ എന്ന പോലെ നിറഞ്ഞു നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് പകരം സാത്താൻ്റെ വചനങ്ങൾ അത് നേരിട്ടല്ല വരുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ നാളുകളിൽ ഈ വേദി തന്നെ ലോകസ്വരങ്ങളും മെച്ചപ്പെട്ട പല പ്ലാനുകളും ബദൽ ആശയങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള പല ബദൽ സംവിധാനങ്ങളും ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ കയറി നിന്നാൽ നമ്മൾ പൈശാചിക അരൂപികളോട് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ജീവിതത്തിൽ നിന്നോ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ നിന്നും വിട്ടുപോ എന്ന് പറയുമ്പോൾ അവൻ വകവെക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ അവൻ്റെ ആശയങ്ങളുണ്ട്. അത് നമ്മൾ ഉള്ളാലെ എടുത്ത് കളയണം. ഈശോ മലമുകളിൽ പോയി മണിക്കൂറുകൾ മോശയും ഏലിയായും ശ്രദ്ധിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചു. അപ്പോൾ ഈശോ തെളിയുന്നത്, രൂപാന്തരപ്പെടുന്നത്. ഇതുപോലെ ലോകത്തിൻ്റെ ചിന്തകൾ, അതിലൂടെ വരുന്ന പൈശാചിക ചിന്തകളെ മറികടക്കാൻ നമ്മൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ഉത്ഥാന ഞായറാഴ്ച രാവിലെ ശൂന്യമായ കല്ലറ കണ്ട് ക്ലയോപ്പാസ് എന്ന ശിഷ്യനും കൂട്ടുകാരനും കൂടെ എമ്മാവൂസിലേക്ക് നിരാശപ്പെട്ട് മ്ലാനവദനരായിട്ട് പോകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. മ്ലാനവദനരായിട്ട് പോകുന്ന അവർ രൂപാന്തര പ്രാർത്ഥനാ വേളയിൽ മുഖം ശോഭിച്ച് നിൽക്കുന്ന ഈശോയുമായിട്ടുള്ള ഒരു എതിർ ചിത്രമാണ്. ഇവർ മ്ലാനതയിൽപ്പെട്ടുപോയി. അതിന് കാരണം എന്താണ്? ഈശോയുടെ കുരിശ് മരണത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് പോകുമ്പോൾ ഈശോ കൂടെ നടക്കുന്നത് നമുക്ക് സംഭവം അറിയാം. ചോദിക്കുന്നു എന്താ സംഭവം? അപ്പോൾ അവർ ഈശോയുടെ കുരിശുമരണത്തെ പറ്റി പറയുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അവൻ ശക്തനായ പ്രവാചകനായിട്ട് കയറി വരും, പക്ഷേ ഞങ്ങളുടെ പുരോഹിതന്മാർ നേതാക്കൾ അവനെ മരണത്തിന് വിധിച്ചു, കൊണ്ട് കുരിശ് തറച്ച് കൊന്നു അടക്കി. ഇന്ന് 3-ാം ദിവസമാണ്. കല്ലറയും കൊണ്ട് ശൂന്യമായിട്ട് കിടക്കുക. സ്ത്രീകൾ പോയപ്പോൾ ശൂന്യമായ കല്ലറ കണ്ടത്രേ. അവർ വിഷമിച്ച് തിരിച്ചു പോകുന്നു. ഞങ്ങൾ പോയിട്ടും ശൂന്യമായ കല്ലറ കണ്ടു. അങ്ങനെ എല്ലാം തീർന്നു, ശവവും കൂടി ഇല്ല. അവിടെ ഞങ്ങൾ പോവുകയാണ്. നിരാശപ്പെട്ടു പോകുമ്പോൾ ഈശോ കൂടെ നടന്നുകൊണ്ട് ലൂക്ക 24-25 പോലെ തിരുവചനങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തത് ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഈശോ പിന്നെ എന്താ ചെയ്യുന്നത്? 27-ാം വാക്യം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും, ഏലിയ ഉൾപ്പെടെ തീർച്ചയായിട്ടും എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ വ്യാഖ്യാനിച്ച് ഈശോ വചനം പങ്കുവെച്ച് പറഞ്ഞുകൊണ്ട് നീങ്ങുമ്പോൾ പിന്നീട് ഈ ശിഷ്യന്മാർ പറയുന്നുണ്ടല്ലോ 32-ാം വാക്യം,
വഴിയിൽ വെച്ചാൽ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയം മന്ദീഭവിച്ചവരായിരുന്നു, മുഖം വാടിയവരായിരുന്നു, മ്ലാനതപ്പെട്ടവരായിരുന്നു. അത് ജ്വലിച്ച് വീണ്ടും തെളിഞ്ഞു, മുഖം തെളിഞ്ഞു, ഉള്ളു കത്താൻ തുടങ്ങി. താബോറിൽ ഈശോ മോശയും ഏലിയയും അവിടെ സംസാരിച്ചിരുന്നപ്പോൾ ജ്വലിച്ചതുപോലെ ഇവിടെ ജ്വലിക്കുകയാണ്. അപ്പോൾ സാത്താൻ്റെ ഒരു കെണിയായിരുന്നു ഈ ക്ലയോപ്പാസിനും കൂട്ടുകാരനും എതിരെ. കണ്ടില്ലേ, നിങ്ങളുടെ നേതാവ് കുരിശ് തറയ്ക്കപ്പെട്ട് കൊന്നില്ലേ, അടക്കപ്പെട്ടില്ലേ, ഇത്രയേ ഉള്ളൂ, രക്ഷപ്പെട്ടു പൊക്കൂ, അല്ലെങ്കിൽ ഈ കുരിശിൻ്റെ തീർന്ന മനുഷ്യനെ പറയുന്ന നിങ്ങളും തീർന്നു പോവുകയുള്ളൂ. അങ്ങനെ ദൈവസ്വരം മറന്നുപോയി, മാറിപ്പോയി. തലസ്ഥാനത്ത് സാത്താൻ്റെ സ്വരം കയറി വന്ന് പേടിച്ചരണ്ട് ഒരു പലായനം ചെയ്യുമ്പോൾ ഈശോ ഒപ്പം നിന്നുകൊണ്ട് സാത്താൻ്റെ കെണിയെ മറികടക്കാൻ അവരെ സഹായിക്കുകയാണ്. എങ്ങനെ സഹായിക്കുന്നത്? സാത്താൻ നീ വിട്ടുപോകുന്ന ആജ്ഞാപിച്ചുകൊണ്ടല്ല, മറിച്ച് സാത്താൻ അകത്ത് കയറ്റി വെച്ച സ്വരങ്ങളെയെല്ലാം ദൈവസ്വരം വചനത്തിൽ കൂടെ പങ്കുവച്ചിരിക്കുന്ന മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ വഴി വെളിപ്പെടുത്തത് പങ്കുവെച്ച് കൊടുത്ത് ദൈവസ്വരത്തിൻ്റെ കരുത്തിലേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ സാത്താൻ്റെ സ്വരങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അവർ കരുത്തിലേക്ക് വന്നു. അപ്പം മുറിച്ച് ഈശോ കൊടുക്കുന്നു. അവർ ഈശ്വര സാന്നിധ്യം ബോധ്യപ്പെട്ട അനുഭവമായി. ഈശോ അപ്രത്യക്ഷമായി. പിന്നെ ഈശോ അങ്ങനെ കാണാവുന്നതിന് കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഉള്ളിൽ കരുത്ത് നിറഞ്ഞു. സാത്താൻ്റെ കെണിയെ മറികടക്കാനായിട്ട് ഈശോ അവരെ സഹായിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇന്നും ഈശോ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന പൈശാചിക കെണികളെ, പൈശാചികങ്ങളെ മറികടന്നു പോകാനുള്ള കൃപ നമുക്ക് തിരുസന്നിധിയിൽ ഈശോയുടെ പക്കൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളങ്ങളെ തമ്പുരാൻ്റെ പക്കൽ ചേർക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശുശ്രൂഷയുടെ 3 വർഷക്കാലം സ്വയം ബലിയാകാനായിട്ട് അങ്ങ് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അങ്ങേക്ക് സഹായത്തിനായിട്ട് ഒപ്പം കിട്ടിയ അപ്പസ്വരന്മാർ, അതിൻ്റെ പ്രമുഖനായ പത്രോസ്, ആ പത്രോസ് വഴി പോലും സാത്താൻ അങ്ങേ ആക്രമിച്ചു. അങ്ങ് തിരിച്ചറിഞ്ഞ് തൽക്ഷണം തിരുത്തിന് കൊടുത്തുവെങ്കിലും അങ്ങയുടെ ഉള്ളത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രാർത്ഥനിക്കാൻ മലയിലേക്ക് കയറി മണിക്കൂറുകൾ അവിടെ വചനം മോശയും ഏലിയായുമായും പങ്കുവെച്ച് ധ്യാനിച്ചെടുത്ത് അങ്ങനെ കരുത്തിലേക്ക് വന്നുകൊണ്ടാണല്ലോ. പിതാവിനെ കൊണ്ട് അങ്ങ് പത്രോസിനെ പറയിപ്പിച്ചു, ഇവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന്. പിന്നീട് നാളുകൾക്ക് ശേഷം ക്ലയോപ്പാസിനെ കൂട്ടുകാരനെയും അവർ കുരിശിനോടുള്ള ഭയം കൊണ്ട് സാത്താൻ്റെ സ്വരം കേട്ട് പേടിച്ച് സ്വന്തം നാട്ടിലേക്ക് ഇട്ടിട്ട് പോകുമ്പോൾ കൂടെ നടന്നുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് സാത്താൻ്റെ കെണി മറികടക്കാനുള്ള സഹായം അങ്ങ് ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ നിരന്തരം ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ മാറ്റിവെച്ച് ബദൽ സംവിധാനങ്ങളും ബദൽ പദ്ധതികളും പിഞ്ചെന്നുകൊണ്ട് അങ്ങനെ എളുപ്പ വഴിയിലും കുറുക്ക് വഴിയിലും സൗകര്യമുള്ള സുഖമുള്ള വഴിയിലൂടെ നീങ്ങാനുള്ള പ്രേരണ ഞാൻ കിട്ടുതരുമ്പോൾ അത് ഓരോ അവസരത്തിലും അങ്ങയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഏകാന്തതയിലെ മലമുകളിൽ വചനധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കൊണ്ടുചേർത്ത് നീങ്ങി അവയെ പരാജയപ്പെടുത്താനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗമൺ മൗണ്ടന്മാർ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ, നിൻ്റെ മക്കളുടെ മേൽ കരമൊരു ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ട വചനങ്ങൾക്കായി ശിഷ്യഭാവത്തോടെ ഉള്ളു തുറന്ന് അതിനെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ആ ദൈവരാജ്യ രഹസ്യത്തിൻ്റെ കരുത്തിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഞൂടുന്നു കയറാൻ പരിശ്രമിക്കുന്ന നരകരാജ്യ സ്വാധീനങ്ങളെ മുഴുവനും പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ച് തീരുമാനമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ മക്കൾക്ക് അതിനുള്ള കൃപ ഈ ആശീർവാദത്തിൽ സമൃദ്ധമായിട്ട് ഒഴുകി നിറഞ്ഞ് ലഭിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.